കറണ്ട് ചാർജ് കൊടുക്കാൻ മെയിൻ മോട്ടീവ് കറണ്ട് ചാർജ് കൊടുക്കലാണ്, ആസിഡ് ഒഴിക്കൽ. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. നമ്മൾ വീട്ടിൽ അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഫ്ലോർ വൃത്തികേടാവലേ. പിന്നെ ഇതിന്റെ സ്മെല്ല് വരാനുണ്ട്. ലെഡാസ് ബാറ്ററി ഫുൾ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ബാറ്ററി ഉണ്ട്, സോളാർ ബാറ്ററി ഉണ്ട്. രണ്ട് ടൈപ്പ് ബാറ്ററി ഉണ്ട്. നമുക്ക് ഈ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി നമ്മുടെ സാധാരണ ലെഡാസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഡാസ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുന്ന ബാറ്ററിയാണ്. അതെ, അത് ഒരു 3 വർഷം മാക്സിമം 5 വർഷം. അതെ, ഇത് അങ്ങനെയല്ല. ഇത് ഏകദേശം 10 വർഷം ലൈഫ് ഉണ്ട്. സോളാർ ബാറ്ററി ആണെങ്കിൽ 20 വർഷം ലൈഫാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തേതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നത്. മൂന്നാമത്തത് ഇത് ഗ്രീൻ എനർജിയാണ്. ശരി, എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഇത് മനുഷ്യന്മാർക്ക് ദോഷം വരുന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്തില്ല. ഇത് നമ്മൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നില്ല. ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്കത് 5 വർഷം വാറണ്ടി ഉണ്ട്, 7 വർഷം വാറണ്ടി ഉണ്ട്. അത് നമ്മൾ ആ ഭാഗം പോകണ്ട ആവശ്യമില്ല, തിരിഞ്ഞു നോക്കണ്ട. എപ്പോഴും ഒന്ന് പൊടി തട്ടാൻ വേണ്ടി മാത്രം ഒന്ന് തട്ടിക്കൊടുത്താൽ. ഇതാണ് ബാറ്ററി. ഇതെല്ലാം ഭയങ്കര ഇതാണ്, ഭയങ്കര സംഭവമാണ്. ഇതേ മൊത്തം ലെഡാസ് ബാറ്ററി വരുമ്പോൾ 145 കിലോ വരും, 2 ബാറ്ററി. അതേ സ്ഥാനത്ത് അതേ ഒരു ബാറ്ററിയാണിത്. ഇത് ആകെയുള്ളത് 30 കിലോ. അത്രേ ഉള്ളൂ, 30 കിലോ. അതിന്റെ ഒരു 4 വെയിറ്റ് പോലും 4 ഒന്നുമല്ല, 10 അത്ര വെയിറ്റ് ഇല്ല അതിന്. അപ്പൊ ഏത് ഭാഗത്തും നമുക്ക് തള്ളി വെക്കാനും നീക്കി വെക്കാനും സാധിക്കും. അതെ, ഇൻവെർട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കപ്പ് ലെഡാസിനെക്കാളും ഡബിൾ ആണ്. എപ്പം ലെഡാസ് നമ്മുടെ ബാറ്ററി വരുന്നത്. അതെ, ഇതാണ് എത്ര വോൾട്ട് എത്ര ഇത് 24 ആണ്. 24 വരുമ്പോൾ ലെഡാസ് ഡബിൾ വരും, ഇത്ര വലുപ്പം വരും. ഇതേ സമയം ഇത് 12 ആണ്. 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്. ഇതിന് ഇത്രയും വലിപ്പമുള്ളൂ. ഇത് 1800 ഇത്രേ ഉള്ളൂ. 21 കിലോ ഉണ്ട് ഇത്. 21 കിലോ ഉള്ളൂ. ലെഡാസിൽ വരുമ്പോൾ 75 കിലോ വരും. ഇതിന്റെ ബാറ്ററി പെർസെന്റ് ഇതെല്ലാം കാണിക്കുക. 100% വാട്ടർ പെർസെന്റ്. അതുപോലെ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൽ ഈ മീറ്റർ നമുക്ക് അറിയാം. ഇത് ഡൗൺ ആയി പോയാലോ അല്ലെങ്കിൽ കയറുന്നില്ലെങ്കിലോ ഇറങ്ങുന്നില്ലെങ്കിലോ എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ? ഇതിനകത്ത് അറിയാം. ഇത് 25 വോൾട്ട്, ഇത് 26, അതായത് 24 ഉണ്ട്. 24 ആണ്. 24. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നമുക്ക് അറിയാം. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അറിയാം. ലോഡ് ഇടുമ്പോൾ തന്നെ ഡൗൺ ആയി പോകും. ഇത് കണക്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇൻവെർട്ടർ അല്ലേ? അതായത് ഇൻവെർട്ടർ ഇങ്ങനെ കണക്ട് ചെയ്യാം. പ്ലഗ് അങ്ങോട്ട് കയറ്റി കൂടെ തീർന്നു. നമുക്ക് ഈ നമ്മൾ ഈ ബാറ്ററി ഇപ്പൊ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ചെയ്ത് വെച്ചാൽ അതെ. അത്ര ഇതിന്റെ അടുത്ത് നെട്ടും ബോൾട്ട് ഉണ്ട്. ഈ നെട്ടും ബോൾട്ട് ടൈറ്റ് ആക്കാം, ഇതിനകത്ത് ഇൻവെർട്ടറിനെ ടൈറ്റ് ആക്കാം, അതുപോലെ ബാറ്ററിയിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കാം. തീർന്നു, അത്രേ ഉള്ളൂ. ആർക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്ക് വരെ ചെയ്യാം. 150 H ബാറ്ററി. ഇത് 150 H ആണ്. 24 150 H ആണ്. അതെ, 24 ഇത് 12 150 H ആണ്. നമുക്ക് സാധാരണ ഒരു വീട്ടിലോട്ട് നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. ഇതേ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഇത് മതി. ഇതിൽ 1800 വാട്ട്സ് കിട്ടും നമുക്ക്. ഈ 1800 വാട്ട്സ് ലെഡാസിൽ വരുമ്പോൾ അത് 900 വാട്ട്സിലേക്ക് മാറും. കയറുമ്പോൾ 1.8 യൂണിറ്റ് വേണം കയറാൻ. ഇറങ്ങുമ്പോൾ അതിൽ 9, അതായത് 1800 വാട്ട്സ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് അത് കിട്ടുന്നത് 900 വാട്ട്സേ കിട്ടുള്ളൂ. അതായത് നമുക്ക് ലിഥിയം നമ്മുടെ ലെഡ് ബാറ്ററി ലിഥിയമിലേക്ക് മാറുമ്പോൾ അത് 1.8 ചാർജ് എടുത്താലും അത് 1.8 തന്നെ തിരിച്ചു കിട്ടും. 100% തിരിച്ചു കിട്ടും. ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പരിസരത്തൊന്നും വൃത്തികേടാനല്ല. പരിസരത്ത് ഫ്ലോറോ കാര്യങ്ങളൊന്നും ഇവിടെ വൃത്തികേട് ആവുന്നില്ല. കറണ്ട് ബില്ല് ലെഡാസിൽ വരുമ്പോൾ അതായത് 1.8 കയറും, പക്ഷെ ഇറങ്ങുമ്പോൾ 50% ഇറങ്ങുന്നുള്ളൂ. അപ്പൊ 900 വാട്ട്സ് നമുക്ക് കിട്ടുന്നല്ലോ. 1800 വാട്ട്സ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എത്ര കിട്ടുന്നത്? 900 വാട്ട്സ് നമുക്ക് കിട്ടും. കറണ്ട് ചാർജ് കുറവാണ്. 100% ഡിസ്ചാർജ് ആണ്. ഫാസ്റ്റ് ചാർജ് ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇതിൽ ലെഡാസ് ബാറ്ററി കണ്ടില്ലേ? ഇതിനകത്ത് ലെഡാസ് ബാറ്ററി വെള്ളം ഒഴിക്കുന്നതാണല്ലേ? വെള്ളം ഒഴിക്കും. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇതാണ് ലെഡാസ് ബാറ്ററി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടു. ആ വീഡിയോ നല്ല പെർഫോമൻസാ കിട്ടിയത്. ഒരുപാട് ബാറ്ററി സപ്ലൈ ചെയ്തു. ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്നൊരു വെയർ ഹൗസ് വെച്ചിട്ട് കാണിച്ചു. ഇന്ന് പുതിയൊരു ഷോപ്പായിട്ട് നാളെ ഇത്ര സ്റ്റോക്കും ചെയ്യാൻ പറ്റും. അതെ, അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? ഇപ്പൊ അങ്ങനെ കംപ്ലൈന്റ് നിങ്ങൾ വരുമോ? ഇന്ന് വരെ തമാശക്ക് പോലും ഒരു ആൾക്കാരെ വിളിച്ചു ചോദിച്ചില്ല എന്താ പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. യാതൊരു കംപ്ലൈന്റും വെരി ഹാപ്പിയാണ്. ആ ഭാഗം പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തതിന് ശേഷം 6 മാസത്തോളം. ഈ 6 മാസം ലെഡാസ് ബാറ്ററിയാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ടേ? ഇതിന് വെള്ളം ഒഴിക്കാൻ അങ്ങോട്ട് പോയിട്ടാ പറഞ്ഞു. ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോയിട്ടേ ഇല്ല, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഇതെല്ലാം 48, ഇത് വലിയ പ്രൊജക്ട്, അതായത് 48 5 kV. ഇതെല്ലാം 5 kV ആണ്. ഇതെല്ലാം 5 kV പെടും. ഇതെല്ലാം 2.5 2.5 kV പെടും. ഇതെല്ലാം 5 kV. ഇതാണെങ്കിൽ ഇത് 10 kV. ഈ സാധനം 10 kV ആണ്.
ഓക്കെ 10 kV വരും. ഇത് സോളാർ ഇത് ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആണ്. ശരി. ഇത് 5 kV സോളാർ ഇൻവെർട്ടർ ആണ്. ഇത് രണ്ടും ഇത് രണ്ടും സോളാർ ഇൻവെർട്ടർ ആണ്. അത് 5 kV ആണ്. ഓക്കെ ഇത് ഇംപിവിറ്റി ഇൻവെർട്ടർ ആണ്. ഇത് സ്കൂട്ടി ബാറ്ററിയാണ്. ഓക്കെ അപ്പം ഇത് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. ഒരു 10-12 ദിവസം പിടിക്കും കൊടുക്കാനുണ്ട്. ശരി. സാധനം കൊടുക്കാം. ഓക്കെ. ഇതിന്റെ അളവ് തരിക. നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ആൾക്കാർ ആവശ്യപ്പെട്ട നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കണേ? നമ്മൾ കൊറിയ ഇതുപോലെ കൊറിയ അയക്കും നമ്മൾ കൊല്ലത്തേക്കാണ്. വീട്ടിലോട്ടല്ലേ? വീട്ടിലോട്ട് ഈ ക്ലിപ്പ് അയച്ചു കൊടുക്കും. ഈ ക്ലിപ്പ് ഇൻവെർട്ടറിലെ ലൈനിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അത്ര തന്നെ. ആന്ധ്രയിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്, ആണല്ലേ? കർണാടകത്തിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ സപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഗുജറാത്തിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ? ഗുജറാത്ത് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യ അല്ല, ഓൾ ഇന്ത്യ മൊത്തം നമ്മൾ സപ്ലൈ അതെ, ഓൾ ഇന്ത്യ സപ്ലൈ ആണ്. ഓൾ ഇന്ത്യ സപ്ലൈ ഇവിടുന്ന് കൊടുത്തു വിട്ടാൽ ഇവിടെ എത്തിക്കോളും. അവരുടെ അഡ്രസ്സിലേക്ക് പോയിക്കോളും. നമ്മുടെ ഷോപ്പിന്റെ നമ്പർ. കാരണം നമ്മ അങ്ങനെ കൊടുത്തു വിട്ടെങ്കിൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് നമ്മൾ അങ്ങോട്ട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. നല്ല അഭിപ്രായമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ 41 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ വീഡിയോ. അതിൽ ഒരുപാട് ഓർഡർ വന്നു. ഒരുപാട് ഓർഡർ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സപ്ലൈ ചെയ്തവർക്കെല്ലാം ഞാൻ ലാസ്റ്റ് വിളിച്ച് ചോദിച്ചു അങ്ങോട്ട്. ഞാൻ ഫീഡ്ബാക്ക് ചോദിച്ചു എങ്ങനെയുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പൊ ഇനിയും ആവശ്യം ലഡാസ് ബാറ്ററി ഇങ്ങനെ ബാക്കപ്പ് തീർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം അവർക്ക് ഇങ്ങനെ വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഫൈനാൻസിന് പ്രശ്നം ഉണ്ടാവുമല്ലോ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ച് ഇടയ്ക്ക് വിളിക്കും. ഇപ്പം ഡെയിലി 3-4 ബാറ്ററി ഡെയിലി സപ്ലൈ ചെയ്യുന്നില്ല. ഇതുപോലെ ബാറ്ററികളും ഇത് കൊറിയർ അയച്ചു കൊടുക്കാനുള്ള ബാറ്ററിയാണ്.